ഉപ്പ വർഷങ്ങളായി സ്ട്രോക്ക് ബാധിച്ച് കിടപ്പിലാണ്. മൂത്രം പലപ്പോഴും യൂറീനിൽ കാണിച്ച് അതിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒഴിക്കാറാണ് പതിവ്. പകൽ സമയത്ത് മക്കൾ വീട്ടിലില്ലാത്ത കാരണം ഉമ്മാക്ക് മാത്രം ഉപ്പയെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ കഴിയാറുമില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ടിഷ്യൂ പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് ഉപ്പയുടെ മൂത്രം ഈ യൂറിനിലേക്ക് ഒഴിച്ച ശേഷം ടിഷ്യൂ കൊണ്ട് വൃത്തിയാക്കി തയമ്മമോ അതോ ചെയ്ത് നിസ്കരിക്കാമോ അതോ പിന്നീട് ഇത് വെള്ളം കൊണ്ട് കഴുകേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ 2 രൂപത്തിലുള്ള ശുദ്ധീകരണ രീതികൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഇസ്തിഞ്ച എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ചു കൊണ്ടുള്ള ശുദ്ധിയാക്കുന്ന രീതി. രണ്ടാമത്തത് ഇസ്തിജ്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖരവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധിയാക്കുന്ന രീതി, വെള്ളമല്ലാത്ത ഖരവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്. അതിലാണ് കല്ല്, അതുപോലെ തന്നെ അതിലാണ് ടിഷ്യൂ പേപ്പർ, നല്ല വെള്ളം വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്തുക്കൾ. അവിടെ പ്രത്യേകം ഹദീസുകളിലൊക്കെ കാണുന്ന ഭാഗം എല്ലുകൾ പറ്റുകയില്ല, അതുപോലെ തന്നെ ജീവികളുടെ കാഷ്ടം ഉണങ്ങിയത് പറ്റില്ല. അത് പ്രത്യേകം ചർച്ച ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മരുഭൂമികളിൽ എല്ലുകളും അതുപോലെ തന്നെ ജീവികളുടെ ഉണങ്ങിയ കാഷ്ടമൊക്കെ ലഭിക്കും. വെള്ളം വലിച്ചെടുക്കുന്നതെന്ന് ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെള്ളം വലിച്ചെടുക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് അത് പറ്റുകയില്ല. പിന്നീട് അതിന് മറ്റു കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ സഹോദരന്മാരായിട്ട് ജിന്നുകൾക്കുള്ള ഭക്ഷണം അള്ളാഹു അതിൽ സംവിധാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാരണവും നെല്ലിലും അതുപോലെ തന്നെ ഈ റൗസിലും. അത് മറ്റേ ഹദീസുകളുടെ വിശദീകരണത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാം, ആ എല്ല് ബിസ്മി ചൊല്ലി അറുത്ത് ഭക്ഷിച്ച അതിൻ്റെ ബാക്കിയായി വന്ന എല്ലാണ് എങ്കിൽ ഭക്ഷിക്കുന്നതിന് മുമ്പ് അതിൽ എത്ര കണ്ട് മാംസം ഉണ്ടായിരുന്നോ അതിനേക്കാൾ സമൃദ്ധമായ രൂപത്തിലുള്ള മാംസം ജിന്നുകൾക്ക് വേണ്ടി അള്ളാഹു അതിൽ സംവിധാനിക്കും. അതുപോലെ തന്നെ ആ ചാണകം ഏത് ധാന്യം അതല്ലെങ്കിൽ ധാന്യത്തിൻ്റെ ചെടി ഭക്ഷിച്ചിട്ടാണോ ചാണകമായി മാറിയിരുന്നത് അതിൽ നിന്ന് വീണ്ടും അവർക്ക് തിന്നാൻ പറ്റിയ രൂപത്തിലുള്ള ധാന്യങ്ങളും മറ്റൊക്കെ അള്ളാഹു സമൃദ്ധമായ നിലക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു സബബാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഈ ഫലം കഴിക്കുന്ന വൃക്ഷങ്ങളുടെ ചുവട്ടിൽ മലമൂത്ര വിസർജനം നടത്തരുത് എന്ന്. അതേ രൂപത്തിലുള്ളൊരു അവസ്ഥയാണ് ഈ വിഷയത്തിൽ വരുന്നത്. അല്ലാത്ത ഇന്നിപ്പോൾ ടിഷ്യൂ പേപ്പറുകൾ ഹോട്ടലുകളിൽ ചെന്നാൽ ഇപ്പോൾ രോഗിയൊന്നും ആകേണ്ട ആവശ്യമില്ല. ചില ഇൻ്റർനാഷണൽ ഹോട്ടലുകളിൽ വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ ആ നിലക്ക് ഉപയോഗിക്കാൻ അഥവാ ശൗച്യം ചെയ്യാൻ വേണ്ടിയുള്ള വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ എന്തേ ഉണ്ടാവുള്ളൂ, ടിഷ്യൂ പേപ്പർ ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലദ്വാരവും മൂത്രദ്വാരവും അവിടെ നജിസ് അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് വേണ്ടത്. അതിന് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം, വിഷയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗിയല്ലാത്ത അവസ്ഥയിൽ പോലും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൽ നിന്ന് നജിസ് പരിപൂർണമായി നീക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്ന ഒരു വിലക്കും നമ്മൾ കാണേണ്ടതില്ല. ഇനി വെള്ളമുണ്ട് എങ്കിൽ തന്നെ ഇസ്തിജ്മാർ ഫകഫ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരാൾ ഈ പറഞ്ഞ ടിഷ്യൂ പേപ്പർ കൊണ്ട് മാത്രം ശുദ്ധീകരണ പ്രവർത്തനം നടത്തി നജിസുണ്ടായിരുന്ന ഭാഗങ്ങളിൽ നജസൊന്നുമില്ല, അതിൻ്റെ ഒരു അംശവും ഇല്ലാത്ത രൂപത്തിൽ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെള്ളമുണ്ടായിട്ട് പോലും രണ്ടും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏറ്റവും അക്മലായ രീതി, ഏറ്റവും സമ്പൂർണ്ണമായ രീതി എന്ന് പറയുന്നു. വെള്ളം മാത്രം ഉപയോഗിക്കുന്നതും മതി, അതല്ല ഈ ഖരവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്നതാണെങ്കിൽ അതും മതി. ഈ എല്ലാം എന്താണ് ഇസ്ലാം അനുവദിച്ച രീതികളാണ്. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം നജിസ് ശരീരത്തിൽ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക എന്നതാണ് ശുദ്ധീകരണത്തിന് ശേഷം. അല്ലാഹു അലം.